إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والله جعل لكم من بيوتكم سكنا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സങ്കടത്തോടുകൂടിയാണ് ബാംഗ്ലൂരിൻ്റെ മണ്ണിൽ നിന്നുള്ള വാർത്തകൾ കേൾക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന സങ്കടകരമായ വാർത്തയാണ്. ഈ അവസരത്തിൽ ഒരു വിശ്വാസി വീടെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുന്നത് നന്നാവും. വീടിനെക്കുറിച്ച് പല സങ്കല്പങ്ങളാണ് മനുഷ്യർക്കിടയിലുള്ളത്. ഒരു വീടുണ്ടാകണം, ആരും ഇറക്കി വിടാത്ത, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയാൻ, മഴ പെയ്താൽ വാർന്നൊലിക്കാത്ത ഒരു വീട്, അതെത്ര ചെറുതാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം മനുഷ്യ സഹജമാണ്. ഒരു വീട് നിർമ്മിക്കണം എന്ന ആഗ്രഹത്തിൽ വർഷങ്ങളോളം പ്രവാസ ജീവിതം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. മനുഷ്യൻ മാത്രമല്ല, മറ്റു ജീവജാലങ്ങളും അവരുടേതായ പരിമിതമായ വീടുകൾ നിർമ്മിച്ച് അതിൻ്റെ വീടുകളിലും കൂടുകളിലുമൊക്കെ വസിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ദൈർഘ്യം താരതമ്യേന വളരെ കുറവായിരിക്കാം. നമ്മൾ ജോലിക്ക് രാവിലെ പുറപ്പെടുമ്പോൾ തൻ്റെ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിവെച്ച പക്ഷി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ
നമ്മുടെ വീട്ടിൽ തന്നെ പല ജീവികളും അതിൻ്റെ കൂടുകൾ നിർമ്മിച്ച് അവിടെ കഴിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ അധ്വാനമാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. 10-12 വർഷം അധ്വാനിച്ചിട്ടും തുടങ്ങിവെച്ച വീടിൻ്റെ പണി പൂർത്തിയാകാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം, നിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വീട് നിർമ്മിക്കണം എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഏതായിരുന്നാലും മറ്റുള്ള ജീവജാലങ്ങളുടെയും മറ്റുള്ള മനുഷ്യരുടെയും ഒക്കെ വീട് പോലെയല്ല ഒരു മുസ്ലിമിൻ്റെ വീട്. അതാണ് നമ്മുടെ വിഷയം. ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ചില കാര്യങ്ങൾ അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഉണ്ടാകേണ്ട ആ കാര്യങ്ങൾ അത് നമ്മുടെ വീട്ടിലുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അതിൽ ഒന്നാമത്തെ വിഷയം, നമ്മുടെ വീടിന് നല്ല അടിത്തറയുണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ വീട് നിർമ്മാണത്തിന് മുമ്പ് അടിയിൽ പാകിയ ആ തറയെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ദുനിയാവിൽ അമ്പിയാക്കൾ ഇവിടെ പാകിയ ഭദ്രമായ ഒരു അടിത്തറയുണ്ട്. തൗഹീദ് എന്ന അടിത്തറ. തൗഹീദാണ് ആ അടിത്തറ. നമ്മുടെ വീടുകളിൽ തൗഹീദ് ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾക്ക് തൗഹീദ് പകരാൻ, തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ അടിത്തറയാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായി ഉണ്ടാകേണ്ടത്. ഖുർആൻ വിവരിച്ചില്ലേ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് മരണാസന്നമായ ആ ഒരു സന്ദർഭം വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത് കാണാം. ഈ ലോകത്തോട് വിട പറയുന്ന ആ ഉപ്പ തൻ്റെ മക്കളെയെല്ലാം അരികിലിരുത്തി വിളിച്ചു വരുത്തി ഒരു വസിയത്ത് നൽകുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തായിരുന്നു മക്കൾക്ക് നൽകിയ ആ വസിയത്ത്? മക്കളെ, ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പയുടെ സ്വത്ത് നിങ്ങൾ എങ്ങനെ വീതിക്കും എന്നായിരുന്നില്ല. ഉമ്മയെ ആര് നോക്കും എന്നായിരുന്നില്ല. തൻ്റെ സ്വത്തിനെ കുറിച്ചോ തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല പ്രവാചകനായ ആ പിതാവിൻ്റെ, ആ ഉപ്പയുടെ പ്രയാസം. മറിച്ച് അദ്ദേഹം മക്കളോട് ചോദിക്കുകയാണ്, ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. എൻ്റെ മക്കളെ, ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? ഉപ്പയുടെ മരണശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഉപ്പയുടെ മരണശേഷം നിങ്ങളെ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് മക്കളോട് ചോദിക്കുകയാണ്. തൗഹീദിന്റെ തർബിയത്ത് കിട്ടി വളർന്ന ആ മക്കൾ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഖാലു നഅ്ബുദു ഇലാഹക. ഉപ്പ, നിങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹു വാഹിദ. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖ് നബിയുടെയും അലൈഹിമുസ്സലാം അവരുടെ എല്ലാം ഇലാഹായ ഏക ഇലാഹ് ആ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ ഉപ്പ. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ സുജൂദ് ചെയ്യുകയുള്ളൂ ഉപ്പ. വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഉപ്പ. ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ സമാധാനമടഞ്ഞ് ആ ഉപ്പ ലോകത്തോട് വിട പറയുകയാണ്. നമ്മുടെ വീട്ടിലും മരണശയ്യയിൽ ഈ ഒരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഈ ഒരു സന്തോഷം ലഭിക്കണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള കൺകുളിർമ എന്ന് പറഞ്ഞാൽ. എത്ര വലിയ മണിമാളികകൾ ഉണ്ടായെങ്കിൽ പോലും, സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യ മക്കൾക്ക് തൗഹീദ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രിന്റെ കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ട് എങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരാണ്. അതുകൊണ്ട് കുടുംബത്തിന് നല്ല അടിത്തറയുണ്ടാകണം, കുടുംബത്തിന് തൗഹീദ് ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. മക്കളെ തൗഹീദിലൂടെ വളർത്തി കൊണ്ടുവരുവാൻ, തൗഹീദിൻ്റെ പ്രവർത്തനങ്ങളുമായി ചെറുപ്പത്തിൽ തന്നെ അവരെ വളർത്തി കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെ, ഭൗതികമായി നമ്മൾ എന്തൊക്കെ നൽകാറുണ്ട്? നമ്മുടെ മക്കൾക്ക് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്, അതിനു പുറമെ ഒരുപക്ഷെ ട്യൂഷനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്.
അതിനു പുറമെ ഓഫ്ലൈനിലും ഓൺലൈനിലുമായിട്ടുള്ള അത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരു ദീനി സംവിധാനത്തിൽ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത, എൻ്റെ മകൻ ദീനിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം, ഇവിടെ തൗഹീദ് പറയുന്ന ഒരാളായി മാറണം, ഞാൻ മരിച്ചാലും തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന മക്കളായി എൻ്റെ മക്കൾ മാറണം എന്നുള്ള ചിന്ത, അതിനുവേണ്ടി പരിശ്രമവും പ്രാർത്ഥനയും എത്ര കണ്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ തൗഹീദ് എന്ന അടിത്തറയാണ് നമുക്ക് ആവശ്യം. രണ്ടാമതായി, നമ്മുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഇത്തിബാ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഹയാത്താക്കുന്ന ഒരു അവസ്ഥാവിശേഷം, ജീവിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട വിഷയം, എത്ര സുന്നത്തുകളാണ് നമ്മുടെ വീടുകളിൽ ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ, അല്ലേ? ചെറിയ ചെറിയ സുന്നത്തുകൾ, നമ്മളത് പാഴാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് നിങ്ങൾ കഴിക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നമ്മൾ എത്ര പേരത് ഹയാത്താക്കാറുണ്ട്? കഴിക്കുന്നതും കുടിക്കുന്നതും വലത് കൈകൊണ്ടായിരിക്കണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നമ്മൾ എത്ര പേർ അത് ഹയാത്താക്കുന്നുണ്ട്? ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും സലാം പറഞ്ഞ് കയറണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അത് നമ്മൾ ഹയാത്താക്കേണ്ടതുണ്ട്. മക്കൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ജോലി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ വിശേഷം അന്വേഷിക്കുന്നതിന് മുമ്പ് സലാം പറഞ്ഞിട്ടാണ്, ബിസ്മി ചൊല്ലി സലാം പറഞ്ഞിട്ടാണ് കയറേണ്ടത്. അതേപോലെ ഇറങ്ങിപ്പോകുമ്പോഴും സലാം പറഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത്. അവിടെ പ്രത്യേകം പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പഠിച്ചിട്ടാണ്, അത് ചൊല്ലിയിട്ടാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ രാത്രി വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലി അടക്കണമെന്ന് പറഞ്ഞു. രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ വിരിപ്പൊന്ന് കുടഞ്ഞിട്ട് നിങ്ങൾ കിടക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതൊക്കെ ഹയാത്താക്കാനുള്ളതാണ് സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഹയാത്താക്കാൻ പറ്റുന്ന എത്ര സുന്നത്തുകളാണുള്ളത്. ചെറിയതായിരിക്കാം, പക്ഷെ അത് വലിയ പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വിഷയം, നമ്മുടെ വീടുകളിൽ വിജ്ഞാന സദസ്സുകൾ ഉണ്ടാകണം. വിജ്ഞാനം കൈമാറുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. 50ഉം 100ഉം ആളുകൾ പങ്കെടുത്ത് അങ്ങനെ ഒരു വിജ്ഞാന സദസ്സിനെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ സജീവമായി അയൽക്കൂട്ടം എന്ന പേരിലും മറ്റുമൊക്കെയായി നടക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്, അതല്ല ഉദ്ദേശിച്ച്. മറിച്ച് നമുക്ക് ഒന്നിച്ചിരുന്ന് നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മുടെ ഉപ്പ ഉമ്മ, അങ്ങനെ നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നിച്ചിരുന്ന് പരസ്പരം ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന, തൗഹീദിൻ്റെ ചർച്ചകൾ വരുന്ന, സുന്നത്തിൻ്റെ ചർച്ചകൾ വരുന്ന അത്തരത്തിലുള്ള സദസ്സുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. പള്ളി മെമ്പറുകളിൽ നിന്ന് മാത്രമല്ല ദീന് കേൾക്കേണ്ടത് നമ്മുടെ മക്കൾ, മറിച്ച് നമ്മുടെ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ പ്രബോധനം നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കണം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ നിന്ന് തൗഹീദിൻ്റെ ചർച്ചകൾ വരണം, സുന്നത്തിൻ്റെ ചർച്ചകൾ വരണം, അല്ലേ? കൊച്ചു വിജ്ഞാനം അവിടെ പരസ്പരം കൈമാറാനുള്ള ഒരു അവസരം, ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വരുന്ന ക്ലാസ്സിൽ കേൾക്കുന്ന വിഷയങ്ങൾ അത് പരസ്പരം ചർച്ച ചെയ്യുക. ചുരുങ്ങിയ പക്ഷം ഖുതുബയിൽ കേൾക്കുന്ന വിഷയം അത് നമ്മുടെ വീട്ടിൽ എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ള കുടുംബം ഒന്നിച്ചിരുന്ന് ഒരു ചർച്ച നടത്തിയാൽ ഏറ്റവും ഹൈറാണത്. എല്ലാ ആഴ്ചകളിലും അങ്ങനെ ഒരു ദീനിപരമായിട്ടുള്ള ഒരു സംസാരം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കൽ ഒരു അനിവാര്യമാണ്. അത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. മറ്റൊരു വിഷയം, അറബി ഭാഷ എന്നുള്ളത് അത് മുസ്ലിമീങ്ങളുടെ ഭാഷയാണ്. അത് കേവലം അറബി നാടുകളിലുള്ള ആളുകൾ സംസാരിക്കേണ്ട ഭാഷയല്ല, മുസ്ലിമീങ്ങളുടെ ഇബാദത്തിൻ്റെ ഭാഷയാണത്, അല്ലേ? നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അള്ളാഹുവിനോടുള്ള സംഭാഷണമാണത്, മുനാജാത്താണ്. അത് മൊത്തം അറബിയിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്ന ഖുർആൻ അത് അറബിയിലല്ലേ? അതൊന്ന് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ അറബി ഭാഷ, അതിൻ്റെ അടിസ്ഥാനമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ ഒരു പഠന സാഹചര്യം നമ്മുടെ വീടുകളിൽ, ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് നമുക്ക് കാണാം, തഅല്ലമുൽ അറബിയ്യ, നിങ്ങൾ അറബി ഭാഷ പഠിക്കണേ.
ഫഇന്നഹാ മിൻ ദീനിക്കും, അത് നിങ്ങളുടെ ദീനിൽപ്പെട്ടതാണ്. ഫഇന്നഹാ തുസ്ബിതുൽ അഖൽ, അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അറബി ഭാഷ പഠിച്ചാൽ അത് ബുദ്ധിക്ക് നല്ല സ്ഥൈര്യം നൽകുമെന്നാണ്, ഉറപ്പ് നൽകും, നല്ല വ്യക്തിത്വം ലഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അറബി ഭാഷ പഠിക്കാനുള്ളൊരു സാഹചര്യം അങ്ങനെ ഒരുക്കുന്നത് അത് നന്നായിരിക്കും. നമ്മുടെ പീസ് റേഡിയോയിലൊക്കെ പുതിയ അറബി ഭാഷ പഠിക്കാനുള്ള സംരംഭങ്ങളുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ അറബി ഭാഷ പഠിക്കാനുള്ളത് ഉണ്ട്. അത് നമ്മൾ ഒന്ന് ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊരു വിഷയം നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടത്, ഒരു പൂന്തോട്ടം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പ് കാണാൻ പല വിനോദ സഞ്ചാരങ്ങളും നടത്തുന്നവരാണ്. നമ്മുടെ വീടുകളിൽ തന്നെ അകത്തും പുറത്തുമായി പച്ചപ്പ് വെക്കാറുണ്ട്, നമ്മൾ പൂന്തോട്ടങ്ങളും ഒക്കെ വെക്കാറുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ യഥാർത്ഥ പൂന്തോട്ടം എന്നുള്ളത്, യഥാർത്ഥ വസന്തം എന്നുള്ളത് അത് പുസ്തകങ്ങളാണ്. അത് പുസ്തകങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു ലൈബ്രറി അതുണ്ടാകണം, അല്ലേ? ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ പുസ്തകങ്ങൾ ഉണ്ടാകണം. നമ്മൾ ആരുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഈ ഭൂമുഖത്ത് ജീവിച്ച് മരിച്ചുപോയ ഏറ്റവും മഹത്വമേറിയ വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകണം. അവിടുത്തെ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു പോകണം, അല്ലേ? ഈ ഉമ്മത്ത് എങ്ങനെയാണ് വായിക്കാതിരിക്കാൻ പറ്റുക? കാരണം ഈ ഉമ്മത്തിൻ്റെ തുടക്കം തന്നെ ഇഖ്റ എന്ന് പറഞ്ഞിട്ടാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നീ വായിക്കണം, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണമെന്ന ആ ഒരു വഹീന്റെ തുടക്കത്തിലാണ് ഈ ഉമ്മത്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ വായിക്കണം, നമ്മുടെ ചരിത്രങ്ങൾ വായിക്കണം, അഖീദ ഗ്രന്ഥങ്ങൾ വായിക്കണം, വിശ്വാസ ഗ്രന്ഥങ്ങൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭർ രചിച്ചിട്ടുള്ള, അറബിയിൽ രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇന്ന് മലയാളത്തിലും ലഭ്യമാണ്. അതൊക്കെ നമ്മുടെ വീടുകളിൽ വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. കേവലം പത്രം മാത്രം വായിക്കുന്ന ഒരു ഉപ്പയെ കാണുന്ന മക്കൾ അത് മാത്രമായിരിക്കും പഠിക്കുക. വെറും മൊബൈലിൽ മാത്രം കുത്തിയിരിക്കുന്ന ഉമ്മയെ കണ്ട് വളരുന്ന മക്കൾ അവരത് തന്നെ അനുകരിക്കുമെന്ന് നമ്മൾക്ക് നല്ല തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ഒരു കൊച്ചു ലൈബ്രറി നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ വീട് ഒരിക്കലും ഒരു ശ്മശാനമായി മാറരുത്. നമ്മുടെ വീട് ഒരിക്കലും അത് ഖബർസ്ഥാനായി മാറരുത്. അങ്ങനെ പറയാൻ കാരണം, മഖ്ബറയിലാണ്, ഖബർസ്ഥാനിൽ അതൊരിക്കലും, അവിടെ ഒരിക്കലും ഖുർആൻ പാരായണം പാടില്ല, അവിടെ നിസ്കാരം പാടില്ല, അല്ലേ? ഇവ രണ്ടുമില്ലാത്ത വീട് എന്നുള്ളത് അത് മഖ്ബറക്ക്, ഖബർസ്ഥാനിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ഒരിക്കലും നിങ്ങൾ ഖബർസ്ഥാനാക്കി മാറ്റരുത്. നിങ്ങളുടെ വീടുകൾ ഒരിക്കലും മഖ്ബറകളാക്കി മാറ്റരുത്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, തീർച്ചയായും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ വിരണ്ടിയോടുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണങ്ങൾ നടക്കണം. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്, അല്ലേ? മുസ്ലിമീങ്ങൾ ഇന്ന് സമുദായം ഖബറിങ്കൽ പോയി അവിടെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി അവിടെ ഖത്മ് തീർക്കുകയാണ്. പ്രത്യേകം ടെന്റ് കെട്ടി ഖബറിസ്ഥാനിൽ പോയി അവിടെ ഖുർആൻ പാരായണം ചെയ്യുന്ന വളരെ വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെ? ഖബർ സന്ദർശനത്തിന് പോയാൽ തന്നെ മുസ്ലിമുകൾ എന്താ ചെയ്യുന്നത്? അവിടെ പോയി ഫാത്തിഹ സൂറത്ത് ഓതുകയും അതല്ലെങ്കിൽ ഖുർആനിൻ്റെ മറ്റ് ഏതെങ്കിലും സൂറത്തുകൾ ഓതി തിരിച്ചു വരുന്ന അവസ്ഥയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. വീടുകളിലാണ്, നമ്മുടെ വീടുകളിലാണ് ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ടത്, അല്ലെ? മഖ്ബറുകളിൽ ഖുർആൻ പാരായണം ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കണം. അതേപോലെ സുന്നത്ത് നമസ്കാരം അധികരിപ്പിക്കണം. വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം സ്ഥലം, ഒരു നല്ല സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം, അല്ലേ? മിച്ചം വന്ന ഏതെങ്കിലും കോണിക്കടിയിലോ അതല്ലെങ്കിൽ കാറ്റും വെളിച്ചം ഒന്നുമില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്ത്
ആരെങ്കിലും വന്നാൽ നിസ്കരിക്കുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതാ അവിടെ നിസ്കരിച്ചാളി എന്ന് കാണിക്കാനല്ല, മറിച്ച് നമുക്ക് നല്ല ആസ്വദിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന, റബ്ബിൻ്റെ മുമ്പിൽ കൈനീട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന, ദിക്റുകൾ അദ്കാറുകളൊക്കെ ചൊല്ലാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം, അല്ലേ? കാരണം നിസ്കാരം എന്നുള്ളത് നമ്മളുടെ അടിസ്ഥാനമാണ്, ഇബാദത്തുകളുടെ അടിസ്ഥാനമാണ്. അതിന് നല്ലൊരു സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ നിലക്ക് വീടുകളിൽ നമ്മുടെ ഉപ്പയും നമ്മുടെ ആൺമക്കളും എല്ലാവരും ഭർത്താക്കന്മാരും സുന്നത്ത് നിസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ അതൊക്കെ വീടുകളിൽ നിർവഹിക്കണം. അതേപോലെ ഖുർആൻ പാരായണം അത് നമ്മുടെ വീടുകളിൽ അധികരിപ്പിക്കണം. പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറ അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ ഒരിക്കലും തോന്നിവാസങ്ങൾക്ക് ഇടം നൽകരുത്. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് അള്ളാഹ് നൽകിയ വീട് എന്നുള്ളത്. ആ മുഖത്തിൽ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബാംഗ്ലൂരിൻ്റെ മണ്ണിൽ ആയിരങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ നാടുകളിൽ തന്നെ എത്രയോ ആളുകൾ വീടുകളിൽ നിന്ന് ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൻ്റെ മണ്ണിൽ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടും ദുരന്തങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടുമൊക്കെ കോടിക്കണക്കിന് ആളുകളാണ് വീടില്ലാതെ കഴിയുന്നത്. നമ്മുടെ ചുറ്റിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, അല്ലേ? രാത്രി ഒന്ന് സഞ്ചരിക്കുമ്പോൾ കടത്തിണ്ണകളിൽ ഒരു തുണി വിരിച്ച്, ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നുറങ്ങുന്ന എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല സഹോദരങ്ങളെ? ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. വഴിയോരങ്ങളിൽ ഒരു തൊട്ടില് കെട്ടി കുട്ടികളെ ഉറക്കുന്ന എത്രയോ നാടോടി സ്ത്രീകൾ നമ്മളുടെ നാടുകളിൽ തന്നെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾക്കെല്ലാം വല്ലാത്ത കുളിരാണ്. എന്നാൽ അത്തരം ആളുകൾക്ക് അവരുടെ ഉള്ളിൽ വലിയ തീയാണ് പടരുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും എന്ന് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹു നൽകിയ വീട് എന്നുള്ളത് അത് എത്ര ചെറുതാണെങ്കിലും അത് വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ വീട്ടിൽ ഒരിക്കലും ഒരു തോന്നിവാസത്തിന് ഇടം നൽകരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് വർജിക്കണം, അല്ലെ? ചില വീടുകളിൽ വലിയ TV ഉണ്ടാകും, നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും, നല്ലതിന് ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. എന്നാൽ ചില വീടുകളിൽ രാത്രി സമയങ്ങളിൽ സംഗീതവും DJ-യും ഒക്കെ മുഴങ്ങുകയാണ്. എത്ര സങ്കടകരമാണത്! കുടുംബം ഒന്നിച്ചിരുന്ന് തോന്നിവാസം കാണുകയാണ്. സംഗീതവും നൃത്തവുമൊക്കെ കണ്ട് അള്ളാഹു നൽകിയ ആ അനുഗ്രഹം, അല്ലേ, വീടെന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തോന്നിവാസങ്ങൾ കണ്ട് സമയം കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ അന്ന് മരിച്ചാൽ അല്ലെങ്കിൽ നാളെ മരിച്ചാൽ അതേ സ്ഥലത്തായിരിക്കും നമ്മളുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുക, അല്ലേ? നമ്മൾ അതുവരേക്കും തോന്നിവാസങ്ങൾ കണ്ടിരുന്ന ആ സ്ഥലത്ത്, ആ ഹാളിലായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മയ്യത്ത് ആളുകൾ കൊണ്ടുവന്ന് വെക്കുക. നമുക്ക് മുന്നേ ചിലർ വീട്ടിലെത്തും.
ആംബുലൻസിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറയും. ഒരു കട്ടിൽ അവിടെ നാട്ടപ്പെടും, തയ്യാറാക്കി വെക്കും. നമ്മൾ അതുവരേക്കും പാട്ടും കൂത്തുമൊക്കെ തോന്നിവാസങ്ങളൊക്കെ കണ്ട ആ ഹാളിൽ തന്നെയായിരിക്കും അവിടെ വെക്കുക. നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ വെക്കുന്ന ഒരു രംഗം. അതുകൊണ്ട് ഒരുപക്ഷെ ആ സമയത്ത് ടി വിയെ ഒരു തുണി കൊണ്ട് മറച്ചു വെച്ചെന്ന് വരാം. അതുകൊണ്ട് എന്ത് കാര്യമാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ ചെയ്ത തിന്മയെ മറക്കാൻ ഒരിക്കലും സാധിക്കുകയില്ലല്ലോ. നമ്മുടെ മുൻഗാമികൾ നേരെ തിരിച്ചായിരുന്നു. മഹാനായ താബിഈ പണ്ഡിതൻ അബൂബക്കർ ബിൻ അയ്യാഷ് റഹിമഹുല്ല, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ കരയുകയാണ് സങ്കടത്തോടുകൂടി. അദ്ദേഹം തിരുത്തുന്നു, മോളെ നീ എന്തിനാണ് കരയുന്നത്? റബ്ബ് നമ്മെ ഒരിക്കലും പാഴാക്കുകയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഈ ഹുജറയുണ്ടല്ലോ, ഈ മുറിയിൽ ഞാൻ ആയിരം പ്രാവശ്യം അതല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത മുറിയാണിത്. അതുകൊണ്ട് ഈ മുറിയിൽ ഒരിക്കലും നീ തിന്മ ചെയ്യരുത് മോളെ എന്ന് പറയുകയാണ്. അതായിരുന്നു മുൻഗാമികൾ. എത്രയോ ഖത്മുകൾ അദ്ദേഹം ഖുർആൻ പാരായണം തീർത്തിട്ടുണ്ട് എന്നാണ്. 18,000 പ്രാവശ്യം എന്നൊക്കെ റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരിക്കലും തോന്നിവാസങ്ങൾ നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കുകയാണെങ്കിൽ അല്ലേ, അത് എന്തിൻ്റെ പേരിലായാലും, ചിലപ്പോൾ കല്യാണത്തിൻ്റെ പേരിലായിരിക്കും, ഫ്രണ്ട്സ് പാർട്ടി എന്ന പേരിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേ പാർട്ടി എന്ന പേരിലായിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ മരിച്ച് അവിടെ തന്നെ കിടക്കുന്ന ഒരവസ്ഥ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അവിടെ തന്നെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ അല്ലേ. നമ്മുടെ വീട് എത്ര വലുതാണെങ്കിലും ഇതൊരു ഇടത്താവളമാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. എത്ര വലിയ കൊട്ടാര സമാനമായ വീടാണെങ്കിലും ഇതൊക്കെയും നമ്മൾ വിട്ട് ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ട് പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഈ ദുനിയാവ് അത് ഇടത്താവളമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, നീ ഒരു അപരിചിതനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കണം. എന്താ? നമ്മളൊരു യാത്രയിലാണ്, നമ്മൾ പരലോകത്തേക്കുള്ള ഒരു യാത്രയിലാണ്. ആ യാത്രക്കിടയിലെ ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ്. ഔ ആബിറു സബീലിൻ, വലിയൊരു നീണ്ട സുദീർഘമായ യാത്രക്കിടയിലെ ഒരു ആബിർ സബീൽ മാത്രമാണ്, ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ് നമ്മൾ അല്ലേ. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഖബർ എന്ന വീട്ടിലേക്കാണ് നമുക്ക് ആദ്യമായി കടക്കാനുള്ളത്. പരലോകത്തിൻ്റെ ഒന്നാമത്തെ വീട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, ഒന്നാമത്തെ മൻസിൽ, ഒന്നാമത്തെ വീട്ട്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ അമലുകൾ നന്നാകേണ്ടതുണ്ട് അല്ലേ. ഇവിടെയുള്ള വീട്ടിൽ കഴിയുന്നതിനേക്കാൾ എത്രയോ ഏറെ അല്ലേ, നമ്മൾക്ക് മുമ്പൊക്കെ മരിച്ചുപോയ എത്രയോ ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ ഖബർ എന്ന വീട്ടിൽ വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിലേക്ക് വീട്ടിൽ താമസിക്കേണ്ടതിനേക്കാൾ എത്രയോ അധികം നമ്മൾ ഖബർ എന്ന വീട്ടിൽ താമസിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി ഓരോ പുതിയ വർഷങ്ങൾ അവൻ്റെ മുന്നിൽ വരുമ്പോഴും, ഓരോ പുതിയ വർഷങ്ങളിലേക്ക് അവൻ കാലെടുത്ത് വെക്കുമ്പോഴും അവൻ വിചാരിക്കുന്നത്, അവൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്നുള്ളത് ഖബർ എന്ന വീട്ടിലേക്കുള്ള അവൻ്റെ കാലടി അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ന്യൂ ഇയർ എന്നുള്ള ആഘോഷം അവൻ ആഘോഷിക്കാൻ അവൻ്റെ ലോജിക്ക് സമ്മതിക്കുകയില്ല. ഒരു വിശ്വാസിയുടെ ലോജിക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ അവന് സമ്മതിക്കുകയില്ല. കാരണം അവൻ ഖബറിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവോടുകൂടിയാണ് അവൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തെ ആ ഒരു തിരിച്ചറിവോടുകൂടി, ഖബറാണ്, ആ ഖബറിലെ ജീവിതം നമുക്ക് നന്നാക്കണം എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അല്ലേ. ഒരു മുസ്ലിമിൻ്റെ വീട് എങ്ങനെ ആകണം, എങ്ങനെ ആകരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സൗകര്യം കൂട്ടുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങളുടെ വീട് എന്നുള്ളത് ഒരു വിശ്രമസ്ഥാനമാക്കിയിട്ടുണ്ട്. നമുക്ക് വീട് എന്നുള്ളത് വിശ്രമസ്ഥാനമാണ്. അതുകൊണ്ട് ഹറാമുകൾ അതിൽ കലർത്താൻ പാടില്ല. വീടുകളിൽ ഹറാമുകൾ കൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ വിശ്രമം അത് കെടും അല്ലേ. പലിശ വാങ്ങിയിട്ട് വീട് കെട്ടുന്നവരുണ്ട്,
അവർക്ക് എന്ത് വിശ്രമമാണ് സഹോദരങ്ങളെ ദുനിയാവിലും പരലോകത്തും ലഭിക്കുക. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ ചെന്നുപോയി കിടക്കേണ്ട ഒരു ഖബർ, വേണ്ടപ്പെട്ടവരെല്ലാം നിലത്ത് വെച്ച് മണ്ണിട്ട് മൂടി തിരിച്ചു പോയാലും നമുക്ക് സ്വസ്ഥമായി കിടക്കാൻ പറ്റുന്ന ഒരവസ്ഥ ലഭിക്കണമെങ്കിൽ, ആ ഖബറിൽ സ്വസ്ഥമായി കിടക്കണമെങ്കിൽ നമ്മുടെ അമലുകൾ നമ്മൾ നന്നാക്കിയേ മതിയാവൂ. ഇവിടുത്തെ വീട് എത്ര വലുതാണെങ്കിലും ശരി, അത് ഇവിടുത്തെ ദുനിയാവ് എന്നുള്ളത് മൊത്തത്തിൽ ചതിയുടെ വിഭവമാണ്. അതെത്ര വലുതാണെങ്കിലും ശരി, അദ്ദുന്യാ മൽഊന, ദുനിയാവിലൊരു ലഅനത്തുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൽഊനും മാ ഫീഹാ, ദുനിയാവിലുള്ള എല്ലാത്തിലുമുണ്ട്, ഇല്ലാ ദിക്റുല്ലാഹ് വമാ വാലാഹു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വീട് അത് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിലാക്കി നമ്മൾ മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ വീടാക്കി മാറ്റുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വീടാക്കി അള്ളാഹു അതിനെ മാറ്റുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വീട് നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ പ്രയാസങ്ങൾ നീക്കി നല്ല റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസവും റാഹത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.